ജോസി ദ ടൈഗർ ആൻഡ് ദ ഫിഷ് 2020 ഇറങ്ങിയ ഒരു കിടിലം അനിമേ മൂവിയാണ്. കിടിലം വെച്ചാൽ കിടിലം, അതായത് എൻ്റെ 4ാമത്തെ ഫേവറേറ്റ് സിനിമയാണ് ഇതിപ്പം. കാരണം ഒരു റൊമാൻസ് കോമഡി അല്ലെങ്കിൽ ടീൻ ഡ്രാമ എന്നൊക്കെ വേണമെങ്കിൽ ഈ ഒരു ജോണറിനെ പറയാം. പക്ഷേ അതിനൊക്കെ അപ്പുറം ഈ സിനിമ ചർച്ച ചെയ്തു പോകുന്ന കുറേ അധികം ലേയേഴ്സ് ഉണ്ട്. അത് ഭയങ്കര രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഈവൻ ആ ഒരു സിനിമ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കെമിസ്ട്രിയും, നായകനും നായികയും തമ്മിലുള്ള കെമിസ്ട്രിയും, അതേപോലെ തന്നെ അവരുടെ ആ ഒരു ക്യാരക്ടർ ആർക്കും ഭയങ്കര ഹോപ്പ് കൊടുക്കുന്ന, ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള, ഭയങ്കര പൊട്ടൻഷ്യലുള്ള സിനിമകൾ അങ്ങനെയൊക്കെ നമ്മൾ പറയില്ല, അങ്ങനെ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സിനിമയാണിത്. ആക്ച്വലി സുസുക്കാവോ എന്ന് പറയുന്ന ഒരു കോളേജ് സ്റ്റുഡൻറ്റ്, അവനൊരു വീട്ടിൽ ഒരു കെയർ ടേക്കറായിട്ട് പോകുന്നു. കുമിക്കോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജോസി എന്ന് പറയുന്ന പെൺകുട്ടിയെ നോക്കാനായിട്ട്. അവൾക്ക് ഹാൻഡിക്യാപ്ഡാണ്, നടക്കാൻ പറ്റില്ല. ഇവർ തമ്മിൽ പിന്നീട് ഉണ്ടാകുന്ന, ഇവരുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇവർ തമ്മിൽ കണക്റ്റ് ആകുന്നതും, ഇവർക്കിടയിൽ പ്രണയം വരുന്നതും, പക്ഷേ ഇവർ പറയാതെ പോകുന്ന പ്രണയവും, പിന്നെ കുറേ അധികം ഇൻസിഡൻറ്റുകൾ ഉണ്ടാകുന്നതും, പിന്നെ ഇതിനെയൊക്കെ ഇവരെങ്ങനെ സർവൈവ് ചെയ്യുന്നു, അവസാനം ഈ പ്രണയം ഇവർ പറയുമ്പോൾ എക്സ്പ്രസ് ചെയ്യുമെന്നുള്ള സാധനം, അതൊക്കെ ഭയങ്കര രസമാണ്. അതിനിടയ്ക്ക് വേറൊരു പെൺകുട്ടിക്ക് നായകനോട് പ്രണയം വരുന്നു. അങ്ങനെ പോകുന്ന ഒരു സാധനം ഭയങ്കര, ഇതിനകത്ത് ട്രാജഡി ഉണ്ട്, ഇവന് ഭയങ്കര ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ട്. ഈവൻ ആ ഒരു പെൺകുട്ടിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് കാണിക്കുന്ന കുറേ അധികം സാധനങ്ങളുണ്ട്. അത് ഭയങ്കര രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈ ഒരു സിനിമയിൽ ലയിച്ചിരുന്നു അമ്മാതിരി സാധനമാണ് അത് ചെയ്തു വെച്ചിട്ടുള്ളത്. ഈവൻ ഒരു അനിമേ മൂവിക്ക് പറയുന്ന യുവർ നെയിമും സൈലൻറ്റ് വോയിസും ദ ടണൽ ടു സമ്മർ ആൻഡ് ദി എക്സിറ്റ് ഓഫ് ഗുഡ് ബൈ, ആ സിനിമയൊക്കെ കാണുമ്പോൾ നമുക്കൊരു കണക്ഷൻ ഈ ഒരു ക്യാരക്ടേഴ്സും സിനിമയായിട്ടും ഒക്കെ ഉണ്ടാവും. ഈവൻ നമുക്ക് ചില സാധനങ്ങൾ കണക്റ്റ് ആവും, ഭയങ്കരമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. വെറും ഒരു ടീൻ ഡ്രാമ എന്നൊന്നും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു റൊമാൻസ് കോമഡി എന്നും പറഞ്ഞ് ഈ സിനിമയെ തള്ളിക്കളയാനൊന്നും പറ്റില്ല. ഇതധികം ആളുകൾ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് മിസ് ചെയ്യുന്നത് ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം അങ്ങനെയാണ് ഈ സിനിമ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്ക് ചില സമയത്ത് നമുക്കിങ്ങനെ സങ്കടം ഇങ്ങനെ വരും, പക്ഷേ അത് കഴിഞ്ഞുണ്ടാകുന്ന ഹാപ്പി മൊമെൻറ്റ്സ് ഇങ്ങനെ എഡ്ജിൽ കൊണ്ട് നിർത്തിയിട്ട് നമ്മളിങ്ങനെ ഹാപ്പി ആക്കുന്ന, ഭയങ്കര ടെൻസ്ഡ് ആയിട്ടുള്ള കുറേയധികം മൊമെൻറ്റ്സ് ഇവരുടെ 2 പേരുടെയും പെർസ്പെക്റ്റീവിൽ സിനിമ കാണിച്ചു പോകുന്നു. നായകൻ്റെയും നായികയുടെയും പോയിൻ്റ് ഓഫ് വ്യൂവിൽ കാണിച്ചു പോകുന്നു. ഭയങ്കര രസമാണ്. ഹോപ്പും ഡ്രീംസും പ്രണയവും എല്ലാം നിറഞ്ഞ ഒരു അന്യായ പടമാണ് ജോസി ദ ടൈഗർ ആൻഡ് ദ ഫിഷ് എന്ന് പറയുന്നത്. ഈ പേരിന് തന്നെ ഉണ്ട് ഈ സിനിമയായിട്ടൊരു കണക്ഷൻ എന്നുള്ളതാണ്. അതാണ് ഭയങ്കര രസമാണ്. അത് ആ ഒരു പേരും ആ സിനിമയായിട്ടുള്ള റിലേഷൻ എന്താണ്, കഥ പറഞ്ഞു പോകുന്നത് എങ്ങനെയാണ്, ഭയങ്കര രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരുന്ന് 1.5 മണിക്കൂർ വേറൊരു വേൾഡിലായി പോകുന്ന, വേറൊരു വേൾഡിൽ ട്രാപ്പായി പോകുന്ന ഫീലാണ് ഈ സിനിമ കാണുന്ന സമയത്ത്. നിങ്ങൾ കണ്ടു നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെടും. നിങ്ങൾ അഡിക്റ്റ് ആയി പോകും, നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുന്നൊരു സിനിമയായിട്ട് മാറും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നിങ്ങൾ കാണുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്നിട്ട് പറയാം.